ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടനെ കുറിച്ചാണ്. അപ്പം മണിച്ചേട്ടൻ്റെ ഒരു സിനിമാ ജേർണിയെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ ദാരിദ്ര്യത്തിലാണ് മണിച്ചേട്ടൻ വളർന്നു വന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഓട്ടോ ഡ്രൈവറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടാണ് മണിച്ചേട്ടൻ മിമിക്രി ഫീൽഡിലോട്ട് വരുന്നത്. മിമിക്രി ഫീൽഡിലോട്ട് വരുമ്പോൾ തന്നെ മണിച്ചേട്ടൻ നല്ലതുപോലെ കഴിവ് തെളിയിച്ചിരുന്നു. പിന്നീടാണ് മലയാളത്തിലെ ആദ്യത്തെ 3D സിനിമയായ മൈ ഡിയർ കുറ്റിച്ചാത്തൻ എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ വേഷമാണെങ്കിൽ തന്നെയും അദ്ദേഹം അത് ഭംഗിയായി അവതരിപ്പിച്ചിരുന്നു. മിമിക്രിയിൽ കൂടെ തന്നെയാണ് അദ്ദേഹം ഈ സിനിമയിൽ എത്തിയത്. അതിനുശേഷം അദ്ദേഹം അഭിനയിച്ചത് ഒരു തെലുങ്ക് സിനിമയിലായിരുന്നു. വീണ്ടും അദ്ദേഹം പലവിധ സിനിമകളിൽ ചെറിയ റോളുകൾ അഭിനയിച്ച് തുടർന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ചേഞ്ചിങ് മൊമെൻറ്റ് ഉണ്ടാകുന്നത്. ദിലീപ് നായകനായ സല്ലാപം എന്ന സിനിമയിലൂടെയായിരുന്നു അത്. പിന്നീട് അദ്ദേഹം കുറേയേറെ സിനിമകളിൽ കേന്ദ്ര കഥാപാത്രമായി തന്നെ അഭിനയിച്ചു തുടർന്നു. സിനിമാ ജീവിതത്തോടൊപ്പം തന്നെ മണിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടും വളർത്തിക്കൊണ്ട് വന്നു. ഇപ്പോൾ നമ്മുടെ വേടനും ഫെജോയും നടത്തുന്ന കോൺസെർട്ട് പോലത്തെ പരിപാടികൾ നമ്മുടെ മണിച്ചേട്ടൻ അന്നേ വിട്ടതായിരുന്നു. അതും അന്ധകാലത്തിൽ, അതും നാടൻ പാട്ട് വെച്ചായിരുന്നു അത്. പാട്ടുകാരനും അഭിനേതാവുമായ നാദൃഷിയുടെ സഹായത്തോടു കൂടിയാണ് മണിച്ചേട്ടൻ ആദ്യമായി സിനിമയിൽ പാടാൻ തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം നായകനായ സിനിമയിൽ വരുന്നത് 1999 ഇറങ്ങിയ ബാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലായിരുന്നു. ആ സിനിമ നമുക്കൊരിക്കലും മറക്കാനാവാത്തതൊന്നാണ്. പിന്നീട് അദ്ദേഹം നായകനായി തിളങ്ങിയത് 2001 ഇറങ്ങിയ കരിമാടിക്കുട്ടൻ എന്ന സിനിമയിലായിരുന്നു. അതും നമുക്ക് മറക്കാനാവാത്ത സിനിമയായിരുന്നു. പിന്നീട് അദ്ദേഹം നായകനായി അഭിനയിച്ചത് മൈ ഡിയർ കരടി എന്ന സിനിമയിലായിരുന്നു. ഇതിനിടയിൽ തന്നെ ഒരുപാട് ശത്രുക്കൾ ഇദ്ദേഹത്തിന് സിനിമയിലും പുറത്തുമായി ഉണ്ടായിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ ജാതിയും തന്നെയായിരുന്നു. സിനിമയിൽ തന്നെ തൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു പ്രമുഖ നടി വരെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ തളർത്തുകയോ പിന്നോട്ട് വലിക്കുകയോ ചെയ്തില്ല. തമിഴിലും മലയാളത്തിലുമായി 250ഓളം സിനിമകൾ അദ്ദേഹം അഭിനയിച്ച് തീർത്തു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചിരുന്നു. പിന്നീടാണ് മലയാളികളെല്ലാവരെയും ഞെട്ടിച്ച ആ വാർത്ത കേൾക്കുന്നത്. നമ്മളെല്ലാം പാട്ടിലൂടെയും സിനിമയിലൂടെയും ഞെട്ടിച്ച കലാഭവൻ മണി ഇനിയില്ല. 2016 മാർച്ച് 6-നാണ് അദ്ദേഹം മരിക്കുന്നത്. മരണകാരണം ഇപ്പോഴും വ്യക്തമല്ല. അദ്ദേഹം അവസാനമായിട്ട് എഴുതിയ പാട്ട് ഈ പാട്ടായിരുന്നു. ഈ പാട്ട് ജനങ്ങൾക്കിടയിൽ അന്ന് വളരെയേറെ ശ്രദ്ധ ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയും പാട്ടിലൂടെയും ചാലക്കുടിക്കാർക്ക് ചെയ്ത നന്മയിലൂടെയും അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നു. അതിനൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ വേടൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ട്: മണിച്ചേട്ടനെ ഞാൻ മണിച്ചേട്ടനൊക്കെ ഇറങ്ങിയാലേ വെറുതെ കേരളം കത്തിക്കാനെ ആലോചിക്ക. മണിച്ചേട്ടൻ ഹിപ്ഹോപ്പ് ഫെസ്റ്റിവലിൽ വന്ന് പെർഫോം ചെയ്യണത് ഞാൻ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം മണിച്ചേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ആരായേനെന്ന്.